ഇപ്പോൾ മുൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജി രാമൻ നായർ കൂടെ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ രാമൻ നായർ, ഇപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുകയാണ്. നമ്മൾ ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു നടപടി തന്നെയായിരുന്നു. പക്ഷേ അതൊരു സസ്പെൻഷനിലാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത്. തുടർന്ന് ഈ ഡിസ്മിസൽ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെയും നിയമ നടപടിയിലേക്കൊക്കെ കടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. ഏതായാലും നിലവിൽ ദേവസ്വം ഡെപ്യൂട്ടി കമ്മീഷണറായ മുരാരി ബാബുവിനെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിലവിൽ 2019 ഈ മഹസറിൽ ചെമ്പ് പാളിയെന്ന് രേഖപ്പെടുത്തിയത് മുരാരി ബാബു ആണെന്നാണ് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. അപ്പം ഈ ഒരു വ്യക്തി അല്ലെങ്കിൽ മുരാരി ബാബു എന്നുള്ളൊരു വ്യക്തി അത് മഹസറിൽ അങ്ങനെ രേഖപ്പെടുത്തി, അതിന് ഫർദർ ആയിട്ടൊരു എന്തുകൊണ്ടാണ് ഒരു വേരിഫിക്കേഷൻ ഉണ്ടാകാതിരുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം അത് എഴുതിയിരിക്കുന്ന അല്ലെങ്കിൽ ചെമ്പ് പാളിയാണോ സ്വർണ്ണപ്പാളിയാണോ എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താതെ പോയത്? ഫയലുകൾ വെച്ചോട്ട് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ അതിനകത്തൊരു ഒരു കാര്യം, ഈ ഒരു താഴെത്തട്ടിലുള്ള അല്ലെങ്കിൽ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന ഉദ്യോഗസ്ഥൻ മാത്രമല്ല ഈ ഉത്തരവാദി എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരു ഫയലിന്റെ തുടക്കമാണത്. പക്ഷെ അങ്ങനെ എഴുതിയ ഒരു റിപ്പോർട്ട് എന്തെങ്കിലും അത് ഇത്തരം കാര്യങ്ങൾ, പ്രത്യേകിച്ച് വളരെ പ്രധാനപ്പെട്ട ഗുരുതരമായ ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അദ്ദേഹം അങ്ങനെ ഒരു റിപ്പോർട്ട് തന്നെങ്കിൽ ആ റിപ്പോർട്ട് വെരിഫൈ ചെയ്യാനും അതിന്റെ പ്രശ്നങ്ങൾ അന്വേഷിക്കാനും ഒക്കെ നിരവധിയായ സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. ഇതിപ്പോ ബോർഡിന്റെ ഉത്തരവായിട്ടാണല്ലോ വന്നിരിക്കുന്നത്, മുരാരി ബാബുവിന്റെ ഉത്തരവല്ലല്ലോ. അപ്പോ സ്വാഭാവികമായിട്ടും ഒരു ഉദ്യോഗസ്ഥനെ മാത്രം അതിനകത്ത് ബലിയാടാക്കി ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും ശരിയാവില്ല. കാരണം ഇത് ബോർഡിന്റെ ഒരു തീരുമാനമാണ്. ഇപ്പോ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് വെരിഫൈ ചെയ്തിട്ട് അത് ശരിയാണോ, അത് മാറ്റേണ്ടതാണോ, അത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടതാണോ എന്ന് അതിനെപ്പറ്റി മറ്റ് മാർഗനിർദ്ദേശങ്ങൾ കൊടുക്കത്തക്ക രീതിയിലുള്ള നിരവധി സംവിധാനങ്ങൾ ദേവസ്വം ബോർഡിലുണ്ട്. പ്രത്യേകിച്ച് ഇതിനകത്ത് വിജിലൻസിനെ ഒരിടത്തും തൊടീസായിട്ട് കാണുന്നില്ല. കാരണം ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിജിലൻസ് ആണ് ആദ്യമായിട്ട് അഭിപ്രായം പറയേണ്ടത്, ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത്. അങ്ങനെ വിജിലൻസിനെ തൊടിയിക്കാതെ വിജിലൻസിനെ ഒരു രീതിയിലും ഈ ഫയലുകൾ ഈ പറഞ്ഞ രേഖകൾ ഒരിടത്തും വിജിലൻസ് അന്വേഷണം അല്ല വിജിലൻസുമായിട്ട് ബന്ധപ്പെടുന്ന ഒന്നും കാണുന്നില്ല. അത് ഈ സാധനം കൊണ്ടുപോകുന്ന സമയത്താണെങ്കിലും അത് വെക്കുന്ന സമയത്താണെങ്കിലും അത് ഇളക്കുന്ന സമയത്താണെങ്കിലും ദേവസ്വത്തിന്റെ വിജിലൻസിനെ സംബന്ധിച്ച് കോടതി നിയോഗിച്ച ഉദ്യോഗസ്ഥന്മാരുണ്ട് അവിടെ. അവരെ ഇത് അറിയിക്കാതെ, അവരുടെ അനുവാദമില്ലാതെ അല്ലെങ്കിൽ അവരുടെ സമ്മതമില്ലാതെയോ അവരുടെ സാന്നിധ്യമില്ലാതെയോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഒരിക്കലും യുക്തമായ നടപടിയല്ല. അപ്പൊ അതുകൊണ്ട് ഒരു ഉദ്യോഗസ്ഥൻ മാത്രം ചെയ്താൽ ആ ഉദ്യോഗസ്ഥന്റെ പ്രവൃത്തി എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വെരിഫിക്കേഷൻ നടത്താനും അത് വേണ്ടതാണോ എന്ന് തീരുമാനിക്കാനുമുള്ള അവകാശം മുകളിലെ തട്ടുള്ള പല ഘട്ടങ്ങളിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കുണ്ട്. അതിന് ദേവസ്വം കമ്മീഷണറുണ്ട്, ദേവസ്വം ബോർഡുണ്ട്. അവസാനം ഏതായാലും മുരാരി ബാബു പറഞ്ഞത് ബോർഡ് അംഗീകരിച്ചതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായത് എന്നിവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിന് പരമമായ ഉത്തരവാദിത്വം ബോർഡിനാണ്. ഒരു മുരാരി ബാബുവിനെ ഇത്തരം കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞ് ഉണ്ണികൃഷ്ണൻ പോറ്റി കർണാസ് കൊടുക്കാൻ അധികാരമില്ലല്ലോ. അപ്പോ മുരാരി ബാബു തുടങ്ങിയ ഒരു കാര്യത്തെക്കുറിച്ച് അത് ശരിയാണോ എന്ന് മനസ്സിലാക്കി അതിനകത്ത് തെറ്റുണ്ടെങ്കിൽ അത് വേണ്ട എന്ന് വയ്ക്കാനും ശരിയാണെങ്കിൽ അത് വേണമെന്ന് തീരുമാനിക്കാനുമുള്ള അവകാശമുള്ള ബോർഡിന്റെ ഉത്തരവാണ്. ബോർഡാണ് ഈ കാര്യങ്ങളിൽ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത്. അപ്പോൾ ബോർഡിന്റെ അന്തിമമായ തീരുമാനം ഇതാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ ഈ ചെമ്പുപാളി സ്വർണ്ണപ്പാളികൾ ചെമ്പുപാളി മാറ്റി അങ്ങോട്ടേക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇത് ഒരു ഉദ്യോഗസ്ഥന്റെ മാത്രം ഒരു പിഴവായി നമ്മൾ കാണേണ്ടതില്ല. ഇത് കൂട്ടായ ചില കാര്യങ്ങളുടെ ഒരു ഭാഗം മാത്രമാണിത്. അതുകൊണ്ട് വ്യക്തമായ ബാക്കിയുള്ള ആളുകളിലേക്ക് കാര്യങ്ങൾ കടന്നു പോകണം. ഓരോരുത്തരുടെയും പ്രവൃത്തി ഇതിനകത്ത് വിലയിരുത്തപ്പെടണം. അങ്ങനെ ഒരു വിലയിരുത്തലൂടെ മാത്രമേ അവിടെ നടന്നിരിക്കുന്ന ഈ വലിയ തിരിമറിയുടെ കാര്യങ്ങൾ പുറത്തു വരൂ. അതേപോലെ തന്നെയാണ് നമുക്കറിയാം, ദേവസ്വം ബോർഡിനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ നിരവധി ക്ഷേത്രങ്ങളുടെ ചുമതലയൊക്കെ ഉണ്ട്. അങ്ങനെ ആളുകൾക്കുള്ള ഒരു വിശ്വാസവും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അവിടെ. അതാണിപ്പോൾ ഇല്ലാതെ പോയിരിക്കുന്നത്. നമുക്കറിയാം, ഭക്തരൊക്കെ തന്നെ എത്ര വിശ്വാസത്തോടെ അവരോരോ നേർച്ചയും ഒക്കെ തന്നെയും നൽകുന്നതാണ് ക്ഷേത്രങ്ങളിൽ. അത് അത്രത്തോളം വിശ്വാസപൂർവ്വം നമ്മൾ ദൈവത്തിന് നൽകുന്നതാണ് അല്ലെങ്കിൽ നമ്മൾ സമർപ്പിക്കുന്നതാണ്. അത് അതുപോലൊരു വിശ്വാസത്തിലാണ് കൊടുക്കുന്നത്. പക്ഷേ അവിടെയും ഇങ്ങനെ ഒരു മോഷണം നടക്കുക അല്ലെങ്കിൽ ഇത്രയും വലിയൊരു തിരിമറി നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഭക്തരുടെ വിശ്വാസം അടക്കമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ശബരിമലയെ സംബന്ധിക്കുന്നത് മാത്രമല്ല, ഏത് ക്ഷേത്രങ്ങളിലും സത്യപൂർവ്വം ഭക്തജനങ്ങൾ കൊടുക്കുന്ന ഇത്തരത്തിലുള്ള വഴിപാടുകളോ അല്ലെങ്കിൽ അവരുടെ നേർച്ചയോ ആണ് ഇത്തരത്തിൽ ചില ആഭരണങ്ങളായിരിക്കാം, മറ്റു ചില ചമയങ്ങളായിരിക്കാം, മറ്റു ചില സംവിധാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയായിരിക്കാം. വിജയമല്ലിയെ പോലെ ഒരു സംബന്ധം ചെയ്ത ഒരു ഭക്തിപൂർവമായ ഒരു വഴിപാടാണിത്. ആ വഴിപാട് വാസ്തവത്തിൽ ഇതിനകത്ത് ഇവരാദ്യമായി ചെയ്യേണ്ടിയിരുന്ന ഒരു കാര്യം, ഒരു ഭക്തൻ സമർപ്പിക്കുന്ന വഴിപാട്, ആ വഴിപാടിന് അതിനകത്ത് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ ആ ഭക്തനോടാണ് ആദ്യം ചോദിക്കേണ്ടത്. അതിന് പരിഹാരം ഉണ്ടാക്കി തരാമോ എന്ന്. അങ്ങനെ ഒരു ചോദ്യം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ അദ്ദേഹം ഈ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഏതായാലും അതാണ് ഇതിന്റെ ആദ്യത്തെ നടപടി. അവിടെ നിന്നാണ് ഇത് ആരംഭിക്കേണ്ടത്. അങ്ങനെ ഭക്തിപൂർവ്വം ആളുകൾ സമർപ്പിച്ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ഭക്തിപൂർവ്വം തന്നെയാണ് സമീപിക്കേണ്ടത്. അത് ഭക്തിപൂർവ്വമാണ് അതിന്റെ കാര്യങ്ങൾ കൊണ്ടുപോകേണ്ടത്. അത്തരത്തിൽ ഈ കാര്യത്തിൽ ഇവിടെ കാണുന്നില്ല, അനാസ്ഥ കാണിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. വളരെ നന്ദിയുണ്ട് ശ്രീ ജി രാമൻ നായർ ഈ അവസരത്തിൽ പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.